മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, നേരത്തെ സൂചിപ്പിച്ച ആ വാർത്തയിലേക്ക് കൂടി നമ്മൾ പോവുകയാണ്. അതായത് ഈ കൊച്ചി തീരത്തെ കപ്പൽ അപകടം, അതിന്റെ അവശിഷ്ടങ്ങൾ മാറ്റുന്നതിൽ MSV കമ്പനിക്ക് ഗുരുതരമായ വീഴ്ചയെന്ന് പറയുന്നു കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം. സാൽവേജ് നടപടിക്രമങ്ങൾ വേഗം പൂർത്തിയാക്കാൻ ഇപ്പോൾ കമ്പനിക്ക് അന്ത്യശാസനവും നൽകിയിരിക്കുകയാണ്. അനന്തർഷം വിവരങ്ങളുമായിട്ട് അനന്തൻ വളരെ കൃത്യമായ അല്ലെങ്കിൽ എല്ലാം വേഗത്തിൽ നടപ്പിലാക്കുമെന്ന് ആദ്യഘട്ടത്തിൽ ഈ അപകടം നടന്നതിന് ശേഷം പറഞ്ഞാണ് ഇത്ര ദിവസത്തിനകം ഓരോരോ ഘട്ടമായി ഈ കാര്യങ്ങളെല്ലാം പരിഹരിക്കുമെന്ന്. പക്ഷെ അതൊന്നും ഉണ്ടായില്ല. ഇപ്പോൾ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം തന്നെ ആ വീഴ്ച ചൂണ്ടിക്കാട്ടുന്നു. എന്ത് നടപടിയാണ് കേന്ദ്ര തലത്തിൽ ഈ കാര്യത്തിൽ സ്വീകരിക്കുക? MSI കമ്പനിയുടെ എന്തെങ്കിലും ഒരു വിശദീകരണം ഈ കാര്യത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ? ദിവിഷ്, ഈ MSC എൽസ 3 കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ടപ്പോൾ MSC കമ്പനിക്ക് ഷിപ്പിംഗ് മന്ത്രാലയം നൽകിയിരിക്കുന്ന കത്ത്, ഈ കത്തിൽ കടുത്ത ഭാഷയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മാത്രമല്ല കപ്പൽ കമ്പനിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന വീഴ്ച സംബന്ധിച്ച് വലിയ അമർഷവും ഈ കത്തിലെ ഭാഷയിൽ പ്രകടമാണ്. ഈ MSC എൽസ 3 എന്ന കപ്പൽ അപകടകരമായ കണ്ടെയ്നറുകളുമായി മുങ്ങിയിട്ട് ഇത്ര ദിവസം കഴിഞ്ഞിട്ടും അതിൻ്റെ സാൽവേജ് നടപടിക്രമങ്ങൾ ആരംഭിക്കാൻ പോലും കമ്പനി തയ്യാറായിട്ടില്ലെന്ന് ഷിപ്പിംഗ് മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്. ഈ കപ്പലടം ഉണ്ടായത് 24-ാം തീയതിയാണ്. അതിനുശേഷം ഇതിൻ്റെ സാൽവേജ് പ്രവർത്തനങ്ങൾക്കുള്ള സംവിധാനങ്ങൾ ഈ കമ്പനി എത്തിച്ചത് 1-ാം തീയതി മാത്രമാണ്. മാത്രമല്ല ഈ മുങ്ങിയ കപ്പലിനുള്ളിലെ ഇന്ധന ടാങ്കറുകളിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ധനം അടങ്ങിയ സാമഗ്രികൾ മാറ്റാൻ വേണ്ടി അല്ലെങ്കിൽ ഓയിൽ എക്സ്ട്രാക്ഷന് വേണ്ടി ഒരു നടപടിക്രമവും ഈ കമ്പനി ചെയ്തിട്ടില്ല എന്ന് ഈ കത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല അവർ സംവിധാനങ്ങൾ കൊണ്ടുവന്നെങ്കിലും അത് കാര്യക്ഷമമായി പ്രവർത്തിപ്പിക്കാൻ ഇതുവരെ ആ കമ്പനിക്ക് കഴിഞ്ഞിട്ടുമില്ല. അതിനുശേഷം കൂടുതൽ എക്സ്പെർട്ടുകൾ വേണം എന്ന് ഈ കമ്പനി ആവശ്യപ്പെട്ടു. 11 രാജ്യങ്ങളിൽ നിന്ന് വിവിധ തരത്തിലുള്ള എക്സ്പെർട്ടുകളെ കൊണ്ടുവരണം എന്ന് ഈ കമ്പനി ആവശ്യപ്പെട്ടു. അത് അടിയന്തരമായി നടപ്പാക്കണം എന്ന് ഈ കമ്പനി ആവശ്യപ്പെട്ടു. അതിനുവേണ്ടി ഇന്ത്യ ഗവൺമെൻറ് തന്നെ ഈ 11 രാജ്യങ്ങളിലെയും എംബസികൾ മുഖാന്തരം അത്തരം എക്സ്പെർട്ടുകളുടെ വിസ നടപടിക്രമങ്ങൾ അടക്കം വേഗത്തിലാക്കാനുള്ള നിർദ്ദേശങ്ങൾ ആ എംബസികൾക്ക് നൽകി. എന്നാൽ ഒരു എക്സ്പെർട്ടിൻ്റെ പോലും ഡീറ്റെയിൽസ് ഇതുവരെ ഈ കമ്പനി ഫയൽ ചെയ്തിട്ടില്ല എന്നുള്ളത് ഗുരുതരമായ വീഴ്ചയാണ് എന്ന് ഈ ഷിപ്പിംഗ് മന്ത്രാലയം ഈ കത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല ഷിപ്പിംഗ് മന്ത്രാലയം ഈ കത്തിൽ പറയുന്ന വിജയനും ഷിപ്പിംഗ് DG ശ്യാം ജഗന്നാഥും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിലല്ലേ ആദ്യം ക്രിമിനൽ കേസ് എടുക്കേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത്? അങ്ങനെയല്ലേ ചീഫ് സെക്രട്ടറിയുടെ കുറിപ്പിൽ പറഞ്ഞിരുന്നത്? ആര്യ, ഈ കേസെടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യം മാത്രമല്ല, ഈ അടിയന്തരമായി ഇപ്പോൾ മുങ്ങിയിരിക്കുന്ന എൽസ 3 കപ്പലിലെ അപകടകരമായ ഇന്ധനമടക്കമുള്ള കാര്യങ്ങൾ മാറ്റേണ്ടതുണ്ട് എന്നാണ് ഷിപ്പിംഗ് മന്ത്രാലയം പറയുന്നത്. അത് കമ്പനിയുടെ ഉത്തരവാദിത്തമാണ്. അതിനുവേണ്ടിയുള്ള നിർദ്ദേശം കമ്പനിക്ക് നൽകിയിട്ട് ഇത്രയും ദിവസമായിട്ടും ആ കമ്പനി അതിനുവേണ്ടിയുള്ള ഒരു നടപടിക്രമങ്ങളും കാര്യക്ഷമമായി നടപ്പാക്കിയിട്ടില്ല എന്നാണ് ഷിപ്പിംഗ് മന്ത്രാലയം പറയുന്നത്. ഇപ്പോൾ ഒരു അന്ത്യശാസനം ഈ കത്തിലൂടെ ഷിപ്പിംഗ് മന്ത്രാലയം ഈ MSC കമ്പനിക്ക് നൽകുകയാണ്. അടുത്ത 48 മണിക്കൂറിനുള്ളിൽ അതിലെ ഓയിൽ കണ്ടന്റുകൾ മുഴുവൻ എക്സ്ട്രാക്ട് ചെയ്യണം, അതല്ലെങ്കിൽ കടുത്ത നിയമ നടപടികൾക്ക് വിധേയമാക്കും എന്നുള്ളൊരു അന്ത്യശാസനം ഇതിൽ ഈ കത്തിൽ നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഇതിൽ ഷിപ്പിംഗ് മന്ത്രാലയം പ്രകടിപ്പിക്കുന്ന ഒരു ആശങ്ക, ഇതുവരെ കടൽ ശാന്തമായിരുന്നു. കേരളത്തിൽ മൺസൂണിൻ്റെ സമയമാണ്. മൺസൂൺ അടുത്ത ആഴ്ചയോടുകൂടി അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ മൺസൂൺ ശക്തമാവുകയാണ് കേരള തീരത്ത്. അപ്പോൾ കടലിൻ്റെ സ്വഭാവം മാറും. ആ സമയത്ത് സാൽവേജ് ആക്ഷൻ നടത്താൻ ഒട്ടും പറ്റാത്ത ഒരു അന്തരീക്ഷം വരും. ആ സമയത്ത് പിന്നീട് ഈ നടപടിക്രമങ്ങളിലൊക്കെ വലിയ സങ്കീർണതകൾ ഉണ്ടാകും എന്ന കാര്യം കൂടി ഇതിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട്. അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ കപ്പൽ മുങ്ങിയ സമയത്ത് തന്നെ കമ്പനിയോട് സാൽവേജ് പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കണം എന്നുള്ളൊരു നിർദ്ദേശം വെച്ചത്. മാത്രമല്ല അങ്ങനെ ഒരു ഗുരുതരമായ വീഴ്ച വരാൻ ഇപ്പോൾ ഈ അപകടം നടന്ന് നമ്മൾ ചർച്ചകളിലൊക്കെ മാരിടൈം രംഗത്തെ വിദഗ്ധരൊക്കെ പറയുമ്പോൾ അവർ പറയുന്നത് ഈ അപകടമായാലും അതിൻ്റെ പാരിസ്ഥിതിക ആഘാതം അടക്കമുള്ള കാര്യങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷയുണ്ട്. അത് കമ്പനി എത്ര പണം ചെലവഴിച്ചാലും അത് അതിൻ്റെ നടപടികൾ പൂർത്തിയാക്കുമ്പോൾ അവർക്ക് തിരികെ കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതൊക്കെ നിലനിൽക്കെ എന്തുകൊണ്ടാണ് കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ഈ ഒരു ഇഴച്ചിൽ ഈ നടപടികൾ ഉണ്ടായത്? ഇപ്പോൾ അവസാനം പറഞ്ഞ പോലെ ഇനിയും കാലവർഷം ശക്തമാകുന്നു, കടലിൻ്റെ സ്ഥിതി കൂടുതൽ രൂക്ഷമാകുന്ന അവസ്ഥയാണ്. അപ്പോൾ ഈ പരിഹരിക്കേണ്ട നടപടികൾ ഇനിയും അനന്തമായി നീണ്ടുപോകില്ലേ? അത് വീണ്ടും കൂടുതൽ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കിയല്ലേ ഉള്ളൂ? തീർച്ചയായിട്ടും ദിവിഷ്, ഇതിനകത്ത് ഈ കത്തിൽ ഒരു ഭാഗം, ഇൻ പർട്ടിക്കുലർ യുവർ ആക്ഷൻസ് ഓർ ലാക്ക് ദെയർഫോർ മേ അട്രാക്ട് പ്രോസിക്യൂഷൻ ആൻഡ് പെനാൽറ്റീസ് അണ്ടർ മെർച്ചന്റ് ഷിപ്പിംഗ് ആക്ട് 1958, എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986, ഭാരതീയ ന്യായ സംഹിത 2023, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് 2005 എന്നീ കാര്യങ്ങൾ കൂടി പ്രതിപാദിക്കുന്നുണ്ട്. അതായത് ഈ വകുപ്പുകൾ അല്ലെങ്കിൽ ഈ നിയമപ്രകാരമുള്ള ഈ ചട്ടങ്ങൾ പ്രകാരമുള്ള നിയമ നടപടികൾക്ക് നിങ്ങൾ വിധേയമാകും എന്നുള്ള മുന്നറിയിപ്പ് കൂടി
കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം ഈ കമ്പനിയോട് ഈ കത്തിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ അത്രയും ഗൗരവമായ ഒരു വിഷയം ഉണ്ടായിട്ടും ആ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് തികഞ്ഞ അലംഭാവം എന്ന് തന്നെയാണ് ഈ കത്തിൽ സൂചിപ്പിക്കുന്നത്. അത്തരം ഒരു ഉദാസീനമായ നടപടിക്രമമാണ് ഈ സാൽവേജ് നീക്കങ്ങളുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഈ ഓയിൽ ഇന്ധനമടക്കമുള്ള മാലിന്യങ്ങൾ അവിടെ നിന്ന് നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് കമ്പനി നടത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ഈ കപ്പൽ മുങ്ങിയിരിക്കുന്നത് തന്ത്രപ്രധാന മേഖലയിലാണ്. ലോകത്തെ തന്നെ ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്തുള്ള മേഖലയാണ്. മലബാർ അപ്വെല്ലിംഗ് ഏരിയ എന്ന് പറയുന്നത് രത്നഗിരി മുതൽ ഇങ്ങ് കന്യാകുമാരി വരെയുള്ള മേഖലയാണ്. മൺസൂൺ സമയത്താണ് അവിടെ അപ്വെല്ലിംഗ് നടക്കുന്നത്. ആ അപ്വെല്ലിംഗ് സമയത്ത് മത്സ്യസമ്പത്ത് കൂടുതൽ വരേണ്ട ഒരു ഘട്ടം കൂടിയാണ്. അപ്പോൾ ആ സമയത്ത് അതിനു മുൻപ് തന്നെ ഈ കപ്പലിലെ മാലിന്യം നീക്കിയില്ലെങ്കിൽ അത് മത്സ്യസമ്പത്തിനെയൊക്കെ ബാധിക്കുമെന്നുള്ളത് നേരത്തെ തന്നെ മത്സ്യത്തൊഴിലാളികൾ വ്യക്തമാക്കിയതാണ്. പക്ഷേ ഇത്രയും ദിവസത്തെ ഒരു ഡിലേ അനാവശ്യമായിട്ട്